വിത്ർ നിസ്കരിക്കാതെ ഉറങ്ങരുത് എന്ന് പറയുന്നത് ശരിയാണോ? അതാണ് ഒരു ശ്രോതാവിൻ്റെ ചോദ്യം. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഇപ്പോൾ ചോദിച്ചിട്ടുള്ളത് വിത്ർ നമസ്കരിക്കാതെ ഉറങ്ങരുത് എന്ന് പറയുന്നത് ശരിയാണോ എന്നാണ്. അതൊരർത്ഥത്തിൽ ശരിയാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ എല്ലാവരും ഉറക്കത്തിൽ ഒരുപോലെയല്ല. ചില ആളുകൾ ഉറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് എഴുന്നേൽക്കാൻ വലിയ പ്രയാസമുണ്ടാകും. സുബഹിക്ക് നമസ്കാരത്തിനെ അവർ എഴുന്നേൽക്കുള്ളൂ. അതുകൊണ്ട് തന്നെ അത്തരം ആളുകൾക്ക് വിത്ർ നമസ്കാരം നഷ്ടപ്പെടും. തഹജ്ജുദ് നമസ്കാരം അല്ലെങ്കിൽ വിത്ർ നമസ്കരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. രാത്രിയിൽ ഒറ്റയായി ഇശാ നമസ്കാരത്തിന് ശേഷം സുബഹിക്ക് മുമ്പായുള്ള ഒറ്റയായി നമസ്കരിക്കുന്ന നമസ്കാരമാണ് വിത്ർ, തഹജ്ജുദ്, അതേപോലെ തന്നെ ഖിയാമുൽ ലൈൽ എന്നൊക്കെ പറയുന്ന നമസ്കാരം. ഈ നമസ്കാരം വളരെ ശ്രേഷ്ഠമാണ്. ഖിയാമുൽ ലൈൽ എന്ന് പറഞ്ഞാൽ രാത്രി നമസ്കാരം. വിത്ർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അവസാനത്തിൽ ഒറ്റയാണ് എന്നതുകൊണ്ട് അതിന് വിത്ർ എന്ന് പറയുന്നു. തഹജ്ജുദ് എന്നത് അത് ഉറങ്ങി എഴുന്നേറ്റ് നമസ്കരിക്കുന്ന സമയത്ത് അതിൻ്റെ പേര് മാറുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഒരു നമസ്കാരമാണ്. ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ നമസ്കാരം തഹജ്ജുദായി നമസ്കരിക്കാൻ കഴിയുകയാണെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. ഇശാ നമസ്കാരം കഴിഞ്ഞ് അതിൻ്റെ സുന്നത്തും കഴിഞ്ഞ് ഉറങ്ങി അതിനുശേഷം ഉറക്കിൽ നിന്നും എഴുന്നേറ്റ് അവൻ എപ്പോഴാണോ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുന്നത് ആ സമയത്ത് വുളു എടുത്ത് വീണ്ടും നമസ്കരിക്കുന്ന അതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. ഇനി അങ്ങനെ ഒരാൾക്ക് നമസ്കരിക്കാൻ കഴിയില്ല, ഉറങ്ങിയാൽ എഴുന്നേൽക്കുമെന്ന് അവന് തോന്നുന്നില്ല. ചിലപ്പോൾ ദീർഘമായി ഉറങ്ങുന്ന അല്ലെങ്കിൽ ഗാഢമായ ഉറക്കിൻ്റെ ആളുകളായിരിക്കും. അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ എന്ത് ചെയ്യാൻ പാടില്ല? വിത്ർ നമസ്കരിക്കാതെ ഇശാ നമസ്കാരം കഴിഞ്ഞ് അതിൻ്റെ സുന്നത്തും കഴിഞ്ഞ് ഒരു 3 റക്അത്തെങ്കിലും സുന്നത്തായി നമസ്കരിക്കാതെ ഉറങ്ങാൻ പാടില്ല എന്നതാണ് ഏറ്റവും ശരിയായിട്ടുള്ള അഭിപ്രായം. എന്ന് പറഞ്ഞാൽ അത് നിർബന്ധമാണ് എന്നല്ല, അങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞാൽ അവൻ കുറ്റക്കാരനാണ് എന്നല്ല ഉദ്ദേശിക്കുന്നത്. മറിച്ച് ഒരു മുസ്ലിമിൻ്റെ അദബാണ് രാത്രി നമസ്കാരം എന്നത്. ആ അദബ് അവൻ തെറ്റിക്കാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഉറങ്ങരുത് എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില സ്വഹാബിമാരൊക്കെ വിളിച്ച് ഉപദേശിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഔസ്വാനി ഖലീലി, എൻ്റെ ഖലീലായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ വിളിച്ച് ഉപദേശിച്ച വസിയത്ത് ചെയ്ത ഒരു കാര്യമാണ് എന്ന് പറഞ്ഞിട്ട് 3 കാര്യങ്ങൾ അദ്ദേഹം പറയുന്നതിൽ ഞാൻ വിത്ർ നമസ്കരിക്കാതെ ഉറങ്ങാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു മഹത്വം പറയാൻ വേണ്ടിയാണ്, അല്ലാതെ ഒരു ഹറാമാണ് എന്ന് പറയാൻ വേണ്ടിയല്ല എന്നത് നമ്മൾ മനസ്സിലാക്കുക. വല്ലാഹു അലം.